ഓസ്കാർ വേണ്ട എന്ന് പറയാൻ മാത്രം ജാട എനിക്കില്ല. സന്തോഷ് പണ്ഡിറ്റ്. വിമർശകരും നാട്ടുകാരും എന്തൊക്കെ പറഞ്ഞാലും താൻ ഇനിയും സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അഭിനയിച്ച് പാട്ടുപാടി നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കുമെന്ന വാശിയിലാണ് സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്. പണ്ഡിറ്റിന്റെ മൂന്നാമത്തെ ചിത്രമായ മിനിമോളുടെ അച്ഛൻ വെള്ളിയാഴ്ച റിലീസായി. ഒരു ആശുപത്രിയിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ന്യൂ ജനറേഷൻ സിനിമകളുടെ വക്താവ് എന്നാണ് പോസ്റ്ററുകളിൽ പണ്ഡിറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 8 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. എല്ലാം ആലപിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് തന്നെയാണ്. ഗാനങ്ങളെല്ലാം യൂട്യൂബിൽ ഹിറ്റായി കഴിഞ്ഞു എന്നാണ് പണ്ഡിറ്റിന്റെ വാദം. കൂടാതെ ഗ്ലാമർ, സെന്റിമെന്റ്സ്, ആക്ഷൻ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചിത്രത്തിലുണ്ടെന്നും സന്തോഷ് പറയുന്നു. പോരാത്തതിന് തന്റെ അടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനവും നടത്താൻ സൂപ്പർ സ്റ്റാർ മറന്നില്ല. നീലിമ നല്ല കുട്ടിയാണ് എന്നതാണ് അടുത്ത ചിത്രത്തിന്റെ പേര്. കൂടാതെ ഓസ്കാർ കിട്ടിയാൽ താൻ വാങ്ങുമെന്നും അത് വേണ്ട എന്ന് പറയാൻ മാത്രം ജാടയുള്ള ആളല്ല താനെന്നും സന്തോഷ് പറയുന്നു. മലയാള സമൂഹത്തിൽ പൊതുവെ നല്ല ചീത്തപ്പേരുള്ള വ്യക്തിയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ്. എന്നാൽ മലയാളി ഹൗസ് എന്ന പരിപാടിയിൽ ഏറ്റവും മാന്യമായ പെരുമാറ്റം കാഴ്ചവെച്ചതിലൂടെയും കൂടാതെ അടിമാലിയിലെ ആദിവാസി ഊരുകളിൽ സഹായം നൽകുകയും വഴി മലയാളികൾക്ക് ചെറുതായി ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് വീണ്ടും മനുഷ്യരെ വെറുപ്പിക്കാൻ പുതിയ സിനിമയും കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.